ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. പണിപ്പുര എൻട്രി ആയിരുന്നു. സ്വേച്ഛാധിപതികളായിട്ടുള്ള ജിസേല്, നെവിൻ ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമാണ് ഈ ആഴ്ച പണിപ്പുരയിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷൻ. അവർക്ക് പ്രത്യേകിച്ച് ഒരു പോയിന്റുകളുടെ കണക്കൊന്നും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. കാരണം സ്വന്തം സാധനങ്ങളും പിന്നെ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് മാത്രമാണ് അതിൻ്റെ അകത്ത് വെച്ചിരുന്നത്. സമയപരിധി ഉണ്ടായിരുന്നു. 20 സെക്കൻഡുകൾ വീതമുള്ള 3 റൗണ്ടുകളായിരുന്നു ജിസേലിനും നെവിനും ബിഗ് ബോസ് കൊടുത്തത്. ആദ്യത്തെ റൗണ്ടിൽ കുറെ സാധനങ്ങൾ ഇവർ പോയി എടുത്തു. 20 സെക്കൻഡുകളെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും കുറെ എന്തൊക്കെയോ എടുത്തു. ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് കൊടുക്കാനുള്ള കാരണം ഇവരെന്തൊക്കെ എടുത്തു എന്നുള്ളതിലല്ല ഒരു പ്രസക്തി ഇരിക്കുന്നത്. പോയിന്റുകളുടെ കണക്ക് വെക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഇവര് ആരെ കൊണ്ടൊക്കെ എന്തൊക്കെ കോണ്ടന്റുകൾ ജനറേറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും ഈ ടാസ്കിന്റെ ഒരു എന്റർടൈൻമെന്റ് ലെവൽ. നെവിനിൽ ഇപ്പോഴും എനിക്കൊരു വിശ്വാസമുണ്ട്. അൽഫാമൊക്കെ വെച്ച് നെവിൻ അവിടെ ഒരു പൊളി പൊളിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. ജിസേൽ എന്ത് രീതിയിലുള്ള ഒരു ഭരണമാണ് നടത്തുന്നതെന്ന് അറിയത്തില്ല. ഈ ടാസ്കിനെ ഇനി ആർക്കെങ്കിലും രക്ഷിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അത് നെവിന് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടു തന്നെ അറിയാം. ഈ സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നെവിൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓരോ സാധനങ്ങള് ഓരോരുത്തർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഓരോ ഡ്യൂട്ടീസ് നെവിൻ സ്വാഭാവികമായിട്ട് ചെയ്യിപ്പിക്കണം. അത് എന്തൊക്കെയായിരിക്കും, അതിൽ എത്രത്തോളം ക്രിയേറ്റിവിറ്റി നെവിൻ ഉപയോഗിക്കുന്നുള്ളതനുസരിച്ചിരിക്കും. ജിസേലും അതേപോലെ തന്നെ ഈ ഒരു ടാസ്ക് ഇതുവരെ വളരെയധികം നിരാശാജനകമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട്. ഒരു രീതിയിലുള്ള കോണ്ടന്റുകളും ലൈവിനകത്ത് ഇല്ല. വളരെ ഡ്രൈ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈ ഡേയിൽ പോലും ഇതിൽ വേറെ കോണ്ടന്റുകൾ ഉണ്ടാവാറുണ്ട് ലൈവിനകത്ത്. അപ്പോൾ ഈ ഒരു ടാസ്ക് ഇതുവരെ ഒരു ഫ്ലോപ്പ് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിലും രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഈ പണിപ്പുര എൻട്രി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണല്ലോ. ഇവർക്ക് രണ്ടുപേർക്കും പോകാനായിട്ടുള്ള ഒരു അവസരവും ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഇവരെ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.